ഹലോ, ഇത് ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നൊരു വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന് മുടക്കാണ്. അപ്പോൾ അത് പ്രമാണിച്ച് ഇന്ന് മോനടക്കം എല്ലാവരും ലേറ്റായിട്ടാണ് എണീറ്റത്. കാലത്ത് എണീറ്റ ഉടനെ ഞങ്ങളുടെ കുഞ്ഞു ബാൽക്കണിയിൽ വന്ന് അച്ഛനും മോനും ഊഞ്ഞാലാട്ടാണ് കേട്ടോ. അവനും ഇഷ്ടമാണ് കുറച്ച് കിളികളെയൊക്കെ കണ്ട് കുഞ്ഞി കാറ്റൊക്കെ അടിച്ചിരിക്കാൻ. കാലത്ത് തന്നെ അതൊരു ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് അവന്. ഞാനപ്പോൾ ചെടികളൊക്കെ നനയ്ക്കും. ഞാൻ ചെടി നനയ്ക്കുന്നത് കാണുമ്പോൾ എന്നും അവന് ഭയങ്കര കൗതുകമാണ് കേട്ടോ. അവനും ആഗ്രഹമൊക്കെ ഉണ്ട് എൻ്റെ കൂടെ വന്ന് ചെടിയൊക്കെ നനയ്ക്കണം, വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ. പക്ഷെ അവൻ താഴെ ഇറങ്ങിയാലുള്ള ഗുലുമാൽ ആലോചിച്ച് ഞാൻ അവനെ ചെടി നനയ്ക്കാൻ കൂട്ടാറില്ല. ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ഓരോ ആഴ്ച കഴിയുമ്പോഴേ ബെഡ്ഷീറ്റ് മാറ്റാറുള്ളൂ. പക്ഷെ ഇപ്പോൾ മോനുള്ളത് കാരണം 3-4 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയേ പറ്റൂ. ബെഡ്ഷീറ്റ് മാറ്റി കഴിയുമ്പോൾ തന്നെ മുറിക്കൊരു പ്രത്യേക എനർജി കിട്ടിയ പോലെയാണ്. അതുകൊണ്ട് ബെഡ്ഷീറ്റ് മാറ്റാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. അതെനിക്കൊരു പണിയായിട്ട് തോന്നാറേ ഇല്ല. അതിനിടയിൽ അവനവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവന് കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്താലും അവനിപ്പോൾ കളിപ്പാട്ടൊന്നും വേണ്ട. അവന് പറ്റാത്ത സാധനങ്ങളെ അവനിപ്പോൾ വേണ്ടൂ. ഫോൺ, ചാർജർ, അങ്ങനെ താക്കോല്, അങ്ങനെ അവന് പറ്റാത്ത സാധനങ്ങൾ തപ്പിയാണ് അവൻ നടക്കുക. ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞ് മോനെ ബെഡിലിരുത്തിയപ്പോഴേക്കും അവൻ നേരെ ഓടിയത് സ്വിച്ചിൻ്റെ അടുത്തേക്കാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ ഹോബി സ്വിച്ചുമ്മ കളിക്കുക എന്നുള്ളതാണ്. എത്രയൊക്കെ അവനെ മാറ്റാൻ നോക്കിയിട്ടും അവൻ ഒരു രക്ഷയില്ല. അവൻ വീണ്ടും സ്വിച്ചിൻ്റെ അടുത്തേക്ക് തന്നെ പോവും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ പ്ലഗ് പോയിൻ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാലത്ത് എണീക്കാൻ ലേറ്റാവുന്ന ദിവസങ്ങളിൽ അച്ഛൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ എക്സസൈസ് ചെയ്യാറ്. അതല്ലാത്ത ദിവസങ്ങളിൽ ഓടാനും ഗ്രൗണ്ടിലേക്കൊക്കെ പോവാറുണ്ട്. വീട്ടിൽ എക്സസൈസ് ചെയ്യുമ്പോഴുള്ള മെയിൻ പ്രശ്നം മോൻ അതിൻ്റെ ഇടയിൽ കൂടെ കടന്ന് ഓടും എന്നുള്ളതാണ്. അവനെ പിടിക്കാൻ ഒരാൾ അവനെ നോക്കി തന്നെ നിൽക്കണം. അങ്ങനെ കാലത്തെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് കുറച്ച് ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇരിക്കാറ്. ഞങ്ങൾ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ മോനെയും കൂടെ ഞങ്ങൾ കൂട്ടാറുണ്ട്. പണ്ടൊക്കെ അവന് ആദ്യം കൊടുത്തതിന് ശേഷം പിന്നെയാണ് ഞങ്ങൾ ഇരിക്കാറ്. പക്ഷെ ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കാറുള്ളത്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ 3 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവന് ഒറ്റയ്ക്കിരുത്തി ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അവന് കുറച്ച് വാശിയും കുറുമ്പൊക്കെ കൂടുതൽ. ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവൻ അത്ര ബോറടിയൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ കഴിക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ അവനും ഇഷ്ടമാണത്. ഇന്നിപ്പോൾ അത് അവൻ ഞാൻ കുറുക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അവന് കളിക്കാൻ ഞാൻ വർക്ക് ചെയ്യാത്തൊരു പഴയ റിമോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും വെച്ച് അവൻ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കളിയും കുളിയും ഒക്കെ കഴിഞ്ഞ് ഞാൻ അവനെ ഉറക്കി. അവൻ നല്ല സുഖമായിട്ട് ഉറക്കത്തിലാണ്. പക്ഷെ അവൻ്റെ ഉറക്കത്തിന് വലിയ ഗ്യാരൻ്റി ഒന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ 15 മിനിറ്റിൽ എനിക്കും, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഉറങ്ങും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൻ എണീറ്റു. ഇനി വീട്ടിലാകെ ഒരു ബഹളമാണ്. സത്യത്തിൽ ഉറങ്ങി എണീറ്റതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് അങ്ങനെ കിടക്കണ ആളൊന്നല്ല. അവൻ അപ്പോഴേക്കും എണീറ്റ് പോയി വലിയ കുറുമ്പ് കാണിക്കാനാണ് ധൃതി. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിലേക്ക് എത്തി. ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരത്തെ കുറുക്കാണ് അവന് ഞാൻ കൊടുക്കണത്. ഇന്നിപ്പോൾ ഞാൻ റാഗി അവന് കൊടുക്കണേ. മാറ്റി മാറ്റി കൊടുക്കും, നവധാന്യങ്ങളോ പഴമോ അങ്ങനെ എന്തെങ്കിലും മാറ്റി മാറ്റിയാണ് കൊടുക്കാറ്. ഇന്നിപ്പോൾ റാഗിയാണ് കൊടുക്കണത്. അങ്ങനെ അവന് കുറുക്കൊക്കെ കൊടുത്ത് ഒരു ചായയും സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ ഇത്തിരി ലേറ്റായിട്ടാണ്. അവൻ ഉറങ്ങി എണീക്കാൻ വൈകി, അവന് കുറുക്ക് കൊടുക്കാൻ വൈകി. ഇത്തിരി ലേറ്റായി ഇറങ്ങാൻ, സന്ധ്യയായി. അതുകൊണ്ട് കുറച്ച് ഇരുട്ട് വന്നു തുടങ്ങി. കാറിൽ കയറിക്കഴിഞ്ഞാൽ അവനിങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കാൻ നല്ല ഇഷ്ടമാണ്. കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. ലൈറ്റൊക്കെ നോക്കി, വണ്ടികളൊക്കെ നോക്കി, അങ്ങനെ ഗ്ലാസ്സിന് പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നോളൂ. നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് പോവാ, ഡ്രസ്സ് എടുക്കാൻ. അപ്പൂൻ്റെ 1-ാം പിറന്നാൾ വരണ കാരണം നമ്മൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പൂന് ഉടുപ്പുണ്ട്, അപ്പൂൻ്റെ അമ്മയ്ക്ക് ഉടുപ്പുണ്ട്. അപ്പൊ ഒന്ന് കൈ കൊട്ടുവോ, ഇനി കൈ കൊട്ടുക. അങ്ങനെ കൈ കൊട്ടുവോ? കൈകൊട്ടി ആരെയാ വിളിക്കണേ? ആരെയാ കൈകൊട്ടി വിളിക്കണത്? അപ്പൊ അവന്റെ 1-ാം പിറന്നാൾ വരണ കാരണം കുറച്ച് ഡ്രസ്സ് എനിക്കും അവന്റെ അച്ഛനും അവനും കുറച്ച് ഉടുപ്പ് മേടിക്കാച്ചു അല്ലേ? നമ്മൾ ഇറങ്ങിയപ്പോ ഭയങ്കര ലേറ്റായി. ഇവന് കുറുക്കൊക്കെ കൊടുത്ത് ഇവന്റെ വാശിയും ഒക്കെ കഴിഞ്ഞ് നമ്മള് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ച. സത്യത്തിലൊരു 5 മണി 5:30 ഇറങ്ങണം വിചാരിച്ച. പക്ഷെ 6 മണി കഴിഞ്ഞു ഇറങ്ങിയപ്പോ. അപ്പുട്ടാ അപ്പുട്ടാ ഞാൻ സാരിയാണ് കേട്ടോ ഫംഗ്ഷൻ എടുക്കുന്നത്. സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഐശ്വര്യമല്ലേ സാരി എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് സാരി എല്ലാ ഫംഗ്ഷനും ഇടാൻ പറ്റിയാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. ഒരുപാട് സാരികൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ടോ. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കും ട്രയലുകൾക്കും ശേഷം ഒരു സാരി ഞാൻ എടുത്തു. ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ മോന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവിടെ നിറച്ച് ലൈറ്റും ഭയങ്കര കളർഫുള്ളല്ലേ, അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സാരി നോക്കി വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കിഡ്സ് സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവനെ ഞങ്ങൾ വെറുതെ വിട്ടില്ല. കുറേ ട്രയലുകൾ ചെയ്തു പാവം. പക്ഷെ അവനാണെങ്കിൽ എന്ത് കിട്ടിയാലും വായയിലിടണം. അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ കട പൂട്ടാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. 9 മണിക്ക് ആവാറായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഞങ്ങൾക്ക് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നേരെ പോയത് അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലേക്കാണ്. മോനുണ്ടായതിന് ശേഷം ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ. എപ്പോഴും കഴിക്കണം എന്നല്ല, പക്ഷെ നമുക്കുണ്ടാവില്ല ഒരു ആഗ്രഹം, ഒരു ചേഞ്ച്. അതുപോലും ഞങ്ങൾ അവോയ്ഡ് ചെയ്യാറുണ്ട് കേട്ടോ മോനുള്ള കാരണം. പക്ഷെ ഇപ്പോൾ അവൻ ഇത്തിരി വലുതായി,
അപ്പോൾ ഹൈ ചെയറിലൊക്കെ ഇരുന്നോളും. കുറച്ചൊക്കെ കുറുമ്പ് കാണിക്കുമെങ്കിലും അവൻ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവനും കുറച്ച് വായിൽ വെച്ച് കൊടുത്താൽ അവൻ നല്ല കുട്ടിയായിട്ടിരുന്നോളും. ഞാൻ ഗീ റൈസാണ് കേട്ടോ പറഞ്ഞത്, വേറെ ഒന്നുകൊണ്ടുമല്ല. ഗീ റൈസ് ആകുമ്പം എനിക്ക് കുറച്ച് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാം. അവന് ഗീ റൈസ് ഇഷ്ടമാണ്. അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മൾ രാത്രി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതായി ഇപ്പോൾ വീട്ടിലെത്തി. ഒരുപാട് ലേറ്റായി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ. കാരണം നമ്മൾ കല്യാൺ സിൽക്സിലാണ് പോയത് ഡ്രസ്സ് എടുക്കാൻ. അവിടെ പോയിട്ട് എൻ്റെ സാരി എടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. എനിക്കിഷ്ടാവണത് അക്ഷയേട്ടന് ഇഷ്ടാവില്ല, അക്ഷയേട്ടന് ഇഷ്ടാവണത് എനിക്കിഷ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായിട്ടുള്ള ഒരു സാരിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മോന് ഡ്രസ്സ് എടുക്കാൻ നമ്മൾ കിഡ്സ് സെക്ഷനിൽ പോയി. അവിടെ പോയിട്ട് അവന് നമുക്ക് ഈ ചിലതിൻ്റെ കളർ ഇഷ്ടമാവണില്ല, ചില അവന് പറ്റിയ സൈസ് ഇല്ല. പിന്നെ എല്ലാം കൂടി നോക്കി വന്നിട്ട് നമുക്ക് അവനും മര്യാദയ്ക്ക് ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അപ്പോഴേക്കും കുറേ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അക്ഷയേട്ടനും നോക്കിയില്ല. സത്യം പറഞ്ഞപ്പോൾ എനിക്ക് മാത്രമേ ഒന്ന് എടുത്തുള്ളൂ. പിന്നെ കാറിൽ വെച്ച് പിന്നെ വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ട് പറ്റിയില്ല. അപ്പം ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയത്. അവിടെയും ഇവൻ കുറച്ച് അലമ്പ് ഉണ്ടാക്കി. എന്നാലും ഭക്ഷണമൊക്കെ വന്നപ്പോൾ ഇത്തിരി വയലൊക്കെ വെച്ചെടുത്തപ്പോൾ ഹൈ ചെയറിലൊക്കെ ഇരുന്നതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്താറായപ്പോഴേക്കും അവന് ഭയങ്കര ഉറക്കം വന്നിട്ട് ഇപ്പോൾ അതാ സുഖമായിട്ട് ഉറക്കമായി. കണ്ടോളൂ, സുഖമായിട്ട് കാലുമ കിടത്തി ഞാൻ ഉറക്കി. ഇനിയിപ്പോൾ അവനെടുത്ത് കിടത്തണം. അതൊരടുത്ത ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാത്രി ഇതാ 10:30 കഴിഞ്ഞു, 11 മണി ആവാറായി. ഞങ്ങളൊക്കെ ഇതാ ഉറങ്ങാൻ പോവാണ്. അത്ര നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഗുഡ് നൈറ്റ്.